Accounttesthigher Part 2 KSR Paper 3 5/5/2025 നടന്ന KSR എക്സാമിൻ്റെ 51 മുതൽ 60 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. വീഡിയോസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കുന്നതാണ്. No medical certificate shall be necessary for the grant of any leave for a period not exceeding dash in continuation of maternity leave. Option A 2 months, option B 60 days, option C 61 days, option D no such limit. Correct answer is option B 60 days. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മെറ്റേണിറ്റി ലീവിന് ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എത്ര ദിവസം വരെ ലീവ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ 60 days ആണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 1 റൂൾ 102 കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Provided that no medical certificate shall be necessary for grant of any leave for a period not exceeding 60 days in continuation of maternity leave. മെറ്റേണിറ്റി ലീവിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് എല്ലാവരും കേൾക്കുക. അതിവിടെ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം. മെറ്റേണിറ്റി ലീവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. Next question. As per the existing rule in Kerala service rules, the rate of incidental expense shall be subjected to a minimum of option A 1/4 of daily allowance, option B 1/2 of daily allowance, option C 3/4 of daily allowance, option D none of the above. Correct answer is option B half of daily allowance. എക്സിസ്റ്റിംഗ് റൂൾ പ്രകാരം എത്രയാണ് ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 2 റൂൾ 110 ആയിട്ടാണ്. അവിടെ നോട്ട് 2 പറയുന്നുണ്ട് the rate of incidental expenses mentioned in this rule shall be subject to a minimum of half daily allowance. Next question. The maximum period of absence combining casual leave with Sundays and other authorized holidays will be dash days at a stretch for state government employees working in New Delhi. Option A 10, option B 12, option C 15, option D 20. Correct answer is option D 20. കാഷ്വൽ ലീവിനെ പറ്റി ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ പിൻ ചെയ്തേക്കാം. റിപ്പീറ്റേഷൻ ആവുന്നുള്ളത് കൊണ്ടാണ് ആ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും പറയാതെ പോകുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 അപ്പൻഡിക്സ് 7 റൂൾസ് റിലേറ്റിംഗ് ടു കാഷ്വൽ ലീവ് എന്ന് പറയുന്നത്. അതിൽ രണ്ടാമതായിട്ട് എക്സെപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദ മാക്സിമം പീരീഡ് ഓഫ് ആബ്സെൻസ് കമ്പൈനിങ് കാഷ്വൽ ലീവ് വിത്ത് സൺഡേസ് ആൻഡ് അതർ authorized holidays will be 20 days at a stretch for the state government employees working in New Delhi. മാക്സിമം അറ്റ് സ്ട്രെച്ചിൽ എടുക്കാൻ പറ്റുന്ന കാഷ്വൽ ലീവുകൾ 15 എന്നാൽ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസിന് 20 days ഇൻക്ലൂഡിങ് സൺഡേ ലഭിക്കുന്നതാണ്. കാഷ്വൽ ലീവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ഉണ്ടാവുന്നതാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫീമെയിൽ ഗവൺമെന്റ് സർവൻറ്റ് who undergoes sterilization operation will be granted special casual leave for a period not exceeding dash days. Option A 14, option B 10, option C 7, option D 15. Correct answer is option A 14. സ്പെഷ്യൽ കാഷ്വൽ ലീവിനെ പറ്റിയും ക്ലാസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഓർത്ത് വെക്കുക, സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷന്
14 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് ആണ് ലഭിക്കുന്നത്. സ്പെഷ്യൽ കാഷ്വൽ ലീവ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 അപ്പൻഡിക്സ് 7 എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2 നമുക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് എന്ന് കാണാവുന്നതാണ്. ഇതിൽ ഒന്നാമത്തേല് സബില് 7 B ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എ ഫീമെയിൽ ഗവൺമെന്റ് സർവന്റ് who undergoes sterilization operation will be granted special casual leave for a period not exceeding 14 days. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ കാഷ്വൽ ലീവിന്റെ ഒരു ചാർട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കാം. Next question. An officer who retired on 30th June 2024 wants to commute maximum admissible portion of pension, then he is eligible to commute dash percentage of the pension amount. Option A 50, option B 30, option C 40, option D none of the above. Correct answer is option C 40. അറിയുന്ന ഒരു കാര്യമാണ്, പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് 40% ആണ്. 12 ഇയേഴ്സിലെ പെൻഷനാണ് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഇതിനെപ്പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്, കമ്മ്യൂട്ടേഷനെ പറ്റി പെൻഷൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് കേൾക്കുക. എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. KSR വോളിയം 2 പാർട്ട് 3 അപ്പൻഡിക്സ് 10 പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് അപ്പൻഡിക്സ് 10 പാർട്ട് A അതിൽ മൂന്നാമതായിട്ട് പറയേണ്ട an officer shall be entitled subject to the conditions hereinafter specified to commute for lump sum payment any portion not exceeding 40% of any pension which has been or may be granted to him under rule. അതായത് പെൻഷൻ കമ്മ്യൂട്ടേഷൻ റൂളാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആ റൂള് പ്രകാരം 40% കമ്മ്യൂട്ട് ചെയ്യാവുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ അറിയാം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ പെൻഷൻ കമ്മ്യൂട്ടേഷനെ പറ്റി ആ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the case of an officer applying for leave preparatory to retirement, the maximum earned leave that may be granted at a time shall be dash days. Option A 240, option B 300, option C 180, option D none of the above. Correct answer is option B 300. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 1 റൂൾ 79 എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. 79 എക്സെപ്ഷൻ ആയിട്ട് ഇൻ ദി കേസ് ഓഫ് ആൻ ഓഫീസർ അപ്ലൈയിങ് ഫോർ ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് ദ മാക്സിമം ഏൺ ലീവ് ദാറ്റ് മേ ബി ഗ്രാൻഡഡ് അറ്റ് എ ടൈം ഷാൽ ബി 300 days. ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരുന്നു വിചാരിക്കുക, ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് leave not due may be granted to an officer in permanent employee for a period not exceeding 360 days during his entire service. അവിടെ ലീവ് നോട്ട് ഡ്യൂ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ 360 days ആയിരുന്നു. നമ്മളോട് ഏൺ ലീവ് ആണ് ചോദിച്ചിരിക്കുന്നത്, അറ്റസ്ട്രെച്ചിൽ എടുക്കാൻ പറ്റുന്നത്, അത് 300 ആണ്. ഈ ലീവുകളെല്ലാം കണക്ട് ചെയ്ത് പഠിക്കുക, അപ്പോൾ അത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫാമിലി ഫോർ ദ പർപ്പസ് ഓഫ് ട്രാവലിംഗ് അലവൻസ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഓപ്ഷൻ എ പാരൻസ്, ഓപ്ഷൻ ബി സ്റ്റെപ്പ് ചിൽഡ്രൻ, ഓപ്ഷൻ സി ലീഗലി അഡോപ്റ്റഡ് ചൈൽഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പാരൻസ്. ഈ ട്രാവലിംഗ് അലവൻസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഫാമിലി എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. പാരൻസ് ഫാമിലിയിൽ വരുന്നതല്ല. എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 2 റൂൾ 67 അതിൽ F ആയിട്ട് പറയേണ്ടത് ഫാമിലി ഫോർ ദ പർപ്പസ് ഓഫ് ദീസ് റൂൾസ് ഇൻക്ലൂഡ് ദ ഓഫീസേഴ്സ് വൈഫ്, ചിൽഡ്രൻ ആൻഡ് സ്റ്റെപ്പ് ചിൽഡ്രൻ റിസൈഡിംഗ് വിത്ത് ആൻഡ് wholly dependent on him. In case of a female officer, the family will include the husband also, provided he is residing with an wholly dependent
on her. Next question. If an employee who belonged to the first grade wide traveling allowance rules at the time of his retirement wishes to accept any commercial employment before the expiry of dash from the date of his retirement, he should obtain the previous sanction of government to such acceptance. Option A 6 months, option B 1 year, option C 2 years, option D 3 years. Correct answer is option C 2 years. എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 2 പാർട്ട് 3 റൂൾ 106 ആയിട്ടാണ്. ഇഫ് എൻ എംപ്ലോയി ഹൂ ബിലോങ്സ് ടു ദി ഫസ്റ്റ് ഗ്രേഡ് at the time of his retirement wishes to accept any commercial employment before the expiry of 2 years from the date of his retirement, he should obtain the previous sanction of government to such acceptance. അതുപോലെ തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 5 കൊമേഴ്സ്യൽ എംപ്ലോയ്മെൻറ്റ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഗ്രേഡ് 1 ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ് സർവീസിൽ നിന്നും വിരമിച്ച് 2 വർഷത്തിനുള്ളിൽ വേറെ ഏതെങ്കിലും വാണിജ്യ തൊഴിൽ സ്വീകരിക്കുകയാണെങ്കിൽ, കൊമേഴ്സ്യൽ എംപ്ലോയ്മെൻറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം സർക്കാരിനെ അത് അറിയിക്കേണ്ടതാണ്. ഇവിടുത്തെ ആൻസർ 2 years. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The government may grant or permit an officer to receive dash as remuneration for work performed which is occasional in character. Option A fee, option B honorarium, option C wages, option D daily allowance. Correct answer is option B honorarium. KSR വോളിയം 1 പാർട്ട് 1 ഡെഫിനിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫീ എന്താണ്, വേജ് എന്താണ്, ഹോണററി എന്താണ്, ഡെയിലി അലവൻസ് എന്താണെന്നൊക്കെ ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഭാഗം എല്ലാവരും നോട്ട് ചെയ്യുക. ഫീ എ റെക്കറിംഗ് ഓർ നോൺ റെക്കറിംഗ് പേയ്മെൻറ്റ് ടു ആൻ ഓഫീസർ ഫ്രം എ സോഴ്സ് അതർ ദാൻ ജനറൽ റവന്യൂ. ഹോണററി എപ്പോഴും ലഭിക്കുക ജനറൽ റവന്യൂവിൽ നിന്നുള്ള ഫണ്ടിൽ നിന്നുള്ള പേയ്മെൻറ്റ് ആയിരിക്കും. അത് പേയ്മെൻറ്റ് ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ ഫ്രം ജനറൽ റവന്യൂ. ജനറൽ റവന്യൂവിൽ വരുന്നതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട് ഓഫ് ദി ഗവൺമെൻറ്. അതിൽ എക്സ്ക്ലൂഡഡ് ദ റവന്യൂ ഓഫ് ലോക്കൽ ഫണ്ട്. ജനറൽ റവന്യൂവിൽ പെടുന്നതല്ല ലോക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Advance increments for meritorious service may be granted to option A both gazetted and non-gazetted officers, option B gazetted officers only, option C non-gazetted officers only, option D none of the above. Correct answer is option A both gazetted and non-gazetted officers. സ്തുത്യർഹമായ സേവനത്തിനുള്ള അഡ്വാൻസ് ഇൻക്രിമെന്റ് ആർക്കൊക്കെ ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഗസറ്റഡ് ഓഫീസർമാർക്കും നോൺ ഗസറ്റഡ് ഓഫീസർമാർക്കും ലഭിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് KSR വോളിയം 1 പാർട്ട് 1 റൂൾ 34 ഗവൺമെൻറ് ഡിസിഷൻ നമ്പർ 3 ആയിട്ട് പറയുന്നുണ്ട്. അഡ്വാൻസ് ഇൻക്രിമെന്റ്സ് ഫോർ meritorious service may be granted to both gazetted and non-gazetted officers. ഡിസിഷൻ നമ്പർ 2 ആയിട്ട് പറയുന്നുണ്ട്. ഇൻസെൻറ്റീവ് അവാർഡ്സ് ഇൻ ദ നേച്ചർ ഓഫ് ക്യാഷ് അവാർഡ്സ് ഫോർ മെറിറ്റോറിയസ് സർവീസ് ഷാൽ നോട്ട് ബി ഗിവൺ ടു ഗസറ്റഡ് ഓഫീസേഴ്സ്. ഇതും നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Thanks for watching.